നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. അനാഥത്വം പറഞ്ഞ് യുവതികളെ കെണിയിലാക്കി വിവാഹം കഴിക്കുന്ന ബിരുദനെ പോലീസ് പിടികൂടി. തന്റെ കണ്ണീർ കഥ പറഞ്ഞാണ് ഇയാൾ യുവതികളെ കയ്യിലെടുക്കുന്നത്. സഹതാപത്തിൽ യുവതി വീണെന്നറിഞ്ഞ് അത് മുതലെടുത്താണ് ഇയാൾ ഇവരെ വിവാഹം കഴിക്കുന്നത്. ഒരുമിച്ച് ജീവിച്ച് ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അടുത്ത ഇരയെ തേടിപ്പോകുന്നതാണ് ഇയാളുടെ പതിവ്. അങ്ങനെ ഇയാൾ വിവാഹം കഴിച്ചത് 4 പേരെയാണ്. ഇതിൽ രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയതോടെയാണ് യുവാവിന്റെ കള്ളി വെളിച്ചത്താവുന്നത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ 36 വയസ്സുള്ള ദീപു ഫിലിപ്പിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോന്നിയിലെ തേജസ് ഫ്ളാറ്റിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. താൻ അനാഥനാണെന്നും വിവാഹം കഴിച്ചാൽ ഒറ്റപ്പെടൽ മാറുമെന്ന് പറഞ്ഞാണ് ഇയാൾ യുവതികളെ കയ്യിലെടുത്തത്. ഇതിൽ സഹതാപം തോന്നിയ യുവതികൾ ഇയാളെ വിവാഹം ചെയ്യുകയായിരുന്നു. 10 വർഷം മുമ്പ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ ഇയാൾ വിവാഹം ചെയ്തിരുന്നു. അവിടെ നിന്നാണ് വിവാഹ തട്ടിപ്പിന് ഇയാൾ തുടക്കം കുറിക്കുന്നത്. 2 കുട്ടികളാണ് ഈ ബന്ധത്തിൽ ഇയാൾക്കുണ്ടായിരുന്നത്. തുടർന്ന് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടി ഇയാൾ മുങ്ങുകയായിരുന്നു. പിന്നീട് കാസർഗോഡുള്ള മറ്റൊരു യുവതിയുമായി ഇയാൾ തമിഴ്നാട്ടിലേക്ക് മുങ്ങി. ഇവരുമായി കുറെ കാലം അവിടെ ഒളിച്ചു താമസിച്ച ശേഷം അവിടെ നിന്നും ഇയാൾ സ്ഥലം വിട്ടു. അതിനുശേഷം എറണാകുളത്തെത്തിയ ഇയാൾ മറ്റൊരു സ്ത്രീയുമായി അടുപ്പം സ്ഥാപിച്ചു. കുറച്ചുനാൾ അവരുടെ കൂടെ കഴിഞ്ഞ ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ആലപ്പുഴ സ്വദേശിനിയെ പരിചയപ്പെടുന്നത്. ഇവർ വിവാഹമോചിതയായിരുന്നു. ഇവരെയും തന്റെ കണ്ണീർ കഥ പറഞ്ഞു തന്നെയാണ് ദീപു വശത്താക്കിയത്. പിന്നീട് ആർത്തുങ്കൽ വെച്ച് ഇവരെയും വിവാഹം ചെയ്തു. പിന്നീടാണ് കളി മാറുന്നത്. രണ്ടാം ഭാര്യ ഇപ്പോൾ വിവാഹിതയായ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയതോടെയാണ് ഇയാളുടെ കള്ളി പൊളിയുന്നത്. ആലപ്പുഴയിൽ വിവാഹം ചെയ്ത യുവതിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് തന്റെ ഭർത്താവ് ഇരിക്കുന്നത് കണ്ട രണ്ടാം ഭാര്യ ഇവരോട് തന്റെ കഥകളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർക്ക് സത്യാവസ്ഥ മനസ്സിലാകുന്നത്. കൂടാതെ ദീപുവിന് മുമ്പുണ്ടായ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് തുകയായ 3.5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ഇതിന് പിന്നാലെ ദീപുവിന് തന്നോടുള്ള താല്പര്യം കുറഞ്ഞതായും തന്നെ ഉപേക്ഷിച്ച് കളയാൻ നീക്കമുണ്ടായതായും ആലപ്പുഴ സ്വദേശിനിക്ക് സംശയം തോന്നി. തുടർന്നാണ് ഇവർ കോന്നി പോലീസിൽ വിവരം അറിയിച്ചത്. തിരുവനന്തപുരം, കാസർഗോഡ്, വെള്ളരിക്കുണ്ട് എന്നീ സ്ഥലങ്ങളിലായി ഇയാൾ യുവതികളെ എത്തിച്ച് ബലാത്സംഗം നടത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.